The Real FM 103.6. Shraddha. ഞാൻ പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് റിട്ടയർ ആയ ടീച്ചറാണ്. 30 വർഷം ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്തു. അതിന് തന്നെ ഞങ്ങളുടെ അവകാശങ്ങൾക്കൊക്കെ ഒത്തിരി പോരാടേണ്ടി വന്നു. ഇപ്പം ആ ഒരു പ്രശ്നം കഴിഞ്ഞത് മുതൽ പുതിയ ടീച്ചേഴ്സിനെ എടുക്കും 10 മാസം കരാറിലാണ് എടുക്കുന്നത്. ജൂൺ ടു മാർച്ച്. അത് കഴിയുമ്പോൾ 2 മാസം സാലറി കൊടുക്കണ്ട, പിന്നെ PF ചേർക്കണ്ട. ഒരു സ്കൂളിൽ 20 മേലെ സ്റ്റാഫ് വന്നാൽ PF കൊടുക്കണമെന്ന റൂള്. പക്ഷെ ഇപ്പം പല സ്കൂളും അത് പാലിക്കുന്നില്ല. എല്ലാവരും കരാറിനാണ് എടുക്കുന്നത്, 10 മാസം കരാറ്. കാരണം ഗ്രാറ്റുവിറ്റി കൊടുക്കണ്ട, പെൻഷൻ കൊടുക്കണ്ട, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി 10 മാസം കരാറാക്കുന്നത്. പിന്നെ ഉള്ള PF തന്നെ ഇവർ 12% കാണിക്കുന്നുള്ളൂ. അതാകുമ്പം കിട്ടുന്ന സാലറി അല്ല കാണിക്കുന്നത്, അതിന്റെ പകുതി അവര് കാണിക്കുന്നത്. ഇപ്പൊ ഒരാൾ 30 മേടിക്കുന്നുണ്ടെങ്കിൽ അവർ 15,000 കാണിക്കുള്ളൂ, 30,000 കാണിക്കൂല. അപ്പൊ ഈ 15ന്റെ തുക അടച്ചാൽ മതി. ഫുൾ സാലറി കാണിച്ച തുക അടിക്കേണ്ട ബുദ്ധിമുട്ടുകൊണ്ട് ഈ പകുതിക്കുള്ളതാ കാണിക്കുന്നത്. അപ്പൊ അവർക്കും ചെറിയ പെൻഷനേ കിട്ടുള്ളൂ. അതുപോലെ പുതിയ ടീച്ചേഴ്സിനെ എടുക്കുന്നവർക്ക് 10 മാസം കരാർ എടുക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പൊ പുതിയ ട്രെൻഡ്, പിരിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ഒരു ആനുകൂല്യവും കൊടുക്കുന്നില്ല. ഇവർക്ക് വരുമാനം ഇല്ല എന്നാ പറയുന്നത്. കുട്ടികൾ പൊഴിഞ്ഞു പോണു, വരുമാനം ഇല്ല, അങ്ങനത്തെ കാരണങ്ങളൊക്കെയാണ് പറയുന്നത്. ഒത്തിരി സ്കൂളുകളുണ്ട് PF ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്ന, 10 മാസം കരാറിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ സാലറി ആണെങ്കിൽ കൂട്ടൂല, ശമ്പളം കൂട്ടി ചോദിച്ചാൽ പിന്നെ ആ ടീച്ചറിനെ ഇട്ട് വിഷമിപ്പിക്കുക. ഏതെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടിക്കാവോ അങ്ങനെ എല്ലാം അവർ ബുദ്ധിമുട്ടിക്കും. കുട്ടികളുടെ മുന്നേന്ന് വരെ ചീത്ത പറയും, അപമാനിക്കും. ഇതെല്ലാം മറ്റുള്ള ടീച്ചേഴ്സിനോട് നമ്മളെ കൊണ്ട് മോശമായിട്ട് സംസാരിക്കുക, ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യും. ഇപ്പോഴും ഉണ്ട്, ഒത്തിരി ടീച്ചേഴ്സിനുണ്ട് PFന്റെ ആനുകൂല്യങ്ങളൊന്നും കിട്ടാണ്ട്, ഗ്രാറ്റുവിറ്റി കിട്ടാണ്ട് കഷ്ടപ്പെടുന്നവർ. അവരിങ്ങനെ മാനേജ്മെന്റിന്റെ പുറകെ നടക്കുക. കോഴിക്കോട് തന്നെ ഒരു സ്കൂളിൽ 5 ടീച്ചേഴ്സ് ഇപ്പോഴും മാനേജ്മെന്റിന്റെ പുറകെ നടക്കുക, അദാലത്തും വെച്ചിട്ട് ഗ്രാറ്റുവിറ്റിയും ആനുകൂല്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട്. ആനുകൂല്യങ്ങളൊന്നും ഇവർ അനുവദിച്ച് കൊടുക്കുന്നില്ല. ഇവരിങ്ങനെ ഡേറ്റ് നീട്ടി കൊണ്ടുപോവുക, ആയിട്ട് ഇങ്ങനെ അവധിക്ക് വെക്കുക. അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഓരോ സ്കൂളുകളിലും അന്വേഷിച്ചാൽ എല്ലാ സ്കൂളുകാർക്കും ബുദ്ധിമുട്ടുള്ള ടീച്ചേഴ്സേ ഉള്ളൂ. പുതിയ ടീച്ചേഴ്സിനൊക്കെ മറ്റുള്ളവരോട് ഒരു കാര്യം പറയാൻ പേടിയാ. അത് ആരെങ്കിലും ചോർത്തി കൊടുക്കും. ഇവർക്ക് അപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റിന്റെ അടുത്ത് വിളിച്ച് ചീത്ത പറയുക, മറ്റുള്ളവരോട് സംസാരിച്ച അഭിപ്രായം പറഞ്ഞാൽ ചീത്ത പറയുക, എക്സ്ട്രാ വർക്ക് എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കില്ല. അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ നടക്കുന്നത്. ഇനി ആരും മുൻഗണന എടുക്കുന്നില്ല. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ ഇപ്പോൾ കേട്ടത് സ്വന്തം പേര് പോലും വെളിപ്പെടുത്താതെ താൻ അനുഭവിച്ച പ്രയാസങ്ങൾ നമ്മോട് തുറന്ന് സംസാരിച്ച ഒരധ്യാപികയുടെ വാക്കുകളാണ്. രാവിലെ 9 മണിക്ക് സ്കൂളിലെത്തി വൈകുന്നേരം 5 മണിവരെ ദിവസം 7ഉം 8ഉം പീരിയഡുകളിൽ LP മുതൽ ഹൈസ്കൂൾ വരെ മിക്ക ക്ലാസുകളിലും വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും ഇതെല്ലാം ചെയ്താലും തുച്ഛമായ ശമ്പളം മാത്രം ലഭിക്കുകയും ചെയ്യുന്ന, വിവിധ ചൂഷണങ്ങൾ അനുഭവിക്കുന്ന നിരവധി അധ്യാപകർ ഈ സമൂഹത്തിലുണ്ട്. ഇനിയും നാം ചർച്ച ചെയ്യപ്പെടാതെ പോയവർ. എന്നാൽ ഗവൺമെന്റിന്റെ കൃത്യമായ നിയമങ്ങൾ അനുശാസിച്ച് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്ന് കേരള CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ഫൗണ്ടർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ ശ്രദ്ധയോട്. കേരളത്തിലെ CBSE സ്കൂളുകൾ ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകൾ, അതിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പരക്കെ ഉള്ളൊരു പരാതി അവിടുത്തെ സ്റ്റാഫിന് അവർ അറിയിക്കുന്ന നിലയിലുള്ള സാലറികൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്നവർ മനസ്സിലാക്കുന്നില്ല, ഈ പറയുന്ന യഥാർത്ഥത്തിൽ PSC അഫിലിയേഷൻ ഉള്ള സ്കൂളാണെങ്കിൽ അവർ നിർബന്ധമായും കേരള ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു സാലറി സ്കെയിലുണ്ട് അൺഎയ്ഡഡ് സ്കൂളുകളുടെ, അത് കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ CBSE എന്നുള്ള മറവിൽ ധാരാളം സ്കൂളുകൾ, അംഗീകാരമില്ലാത്ത സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ബോർഡ് വെച്ചിട്ട് CBSE സിലബസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത്തരം സ്കൂളുകളിൽ ഒരുപക്ഷെ എന്താണ് കൊടുക്കുന്നതെന്നൊക്കെ പറയാൻ പറ്റില്ല. CBSE യഥാർത്ഥ അഫിലിയേറ്റഡ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അഫിലിയേഷൻ ബൈലോസിൽ പറയുന്ന കാര്യങ്ങൾ, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന ഓർഡറുകൾ ആപ്ലിക്കബിൾ ആണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ യഥാർത്ഥത്തിൽ CBSE സ്കൂളുകളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ താറടിച്ച് കാണിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. കാരണം ഈ എല്ലാം അൺഎയ്ഡഡ് സ്കൂളുകളായതുകൊണ്ട് ഇങ്ങനെ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ധാരണ വരുത്താൻ വേണ്ടിയാണ്. അങ്ങനെയല്ല. നമുക്കറിയാം, കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത നിലവാരം പുലർത്തുന്ന സ്കൂളുകളാണ് നടത്തുന്നത്. അപ്പൊ അതിന് വ്യക്തമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കാരണവശാലും ഇപ്പൊ പറയുന്ന പോലെ ആരോപണങ്ങൾക്ക് വിധേയമാകാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ ധാരണ മാറ്റിയിട്ട് യഥാർത്ഥ അഫിലിയേറ്റഡ് CBSE സ്കൂളുകളെല്ലാം തന്നെ നിബന്ധന പ്രകാരമുള്ള ശമ്പളങ്ങൾ കൊടുക്കുന്നതാണ്. വിദ്യാഭ്യാസത്തെ കച്ചവട താൽപര്യത്തോടെ കണ്ടു തുടങ്ങിയതോടെയാണ് ഇത്തരത്തിലുള്ള വിവിധ സിലബസുകളിലുള്ള അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ മുളച്ചുപൊന്തിയത്. അധ്യാപക സംഘടനാ പ്രതിനിധിയും KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ TKA ഷാഫി. മാനവമോചനത്തിനുള്ള ഉപകരണമായി മാറേണ്ട വിദ്യാഭ്യാസം
വിദ്യാഭ്യാസം കച്ചവട ചരക്കായി മാറിയതോടുകൂടിയാണ് കേരളത്തിൽ വിവിധ സിലബസുകൾ തുടരുന്ന അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ വ്യാപകമായത്. കേരളത്തിലെ മധ്യവർഗത്തിന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാടുകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ വളരുന്നത്. ഈ മേഖലയിൽ കച്ചവടക്കാരാണ് വിരാജിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തങ്ങളുടെ കച്ചവടത്തിന് ശക്തി പകരുന്നതിനു വേണ്ടി മതങ്ങളെയും ജാതി സംഘടനകളെയും അത്തരം സ്വത്വഭേദങ്ങളെയും ഉപയോഗിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിന്റെ മതനിരപേക്ഷമായ സ്വഭാവത്തിനും വലിയ അപകടമുണ്ടാക്കും. തങ്ങളുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇവർ ചെയ്യുന്നത് കുട്ടികളിൽ നിന്നും പല പേരുകളിൽ വലിയ ഫീസ് വാങ്ങുന്നുണ്ടെങ്കിലും അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തുച്ഛമായ ശമ്പളമാണ് നൽകുന്നത്. ഒരേ ജോലി ചെയ്യുന്നവർക്ക് തുല്യ ശമ്പളം നൽകണമെന്നുള്ള തൊഴിലാളി വർഗ കാഴ്ചപ്പാടോ ഇവർക്കില്ല. സ്വന്തം ജാതിയുടെയും മതത്തിന്റെയും ആ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ മാനവികമായ അവകാശങ്ങൾ പോലും വകവെച്ചു കൊടുക്കുന്നില്ല. ഗവൺമെന്റ് വിവിധ തരത്തിലുള്ള നിയമങ്ങൾ ഇതിനായി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ അൺഎയ്ഡഡ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ സംഘടിതരല്ല, ശക്തമായ സംഘടനകൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നതുകൊണ്ട് മാനേജർമാർ നിയമങ്ങളെ കബളിപ്പിക്കാനുള്ള രേഖകൾ ഉണ്ടാക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ സംഘടന ആ മേഖലയിൽ രൂപീകരിക്കുന്നത് മാത്രമാണ് പോംവഴി. പൊതുവിദ്യാലയങ്ങൾ അധ്യാപകരുടെ സംഘടന എന്നുള്ള നിലക്ക് ഞങ്ങളുടെ സഹോദരങ്ങളായ അൺഎയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ പോരാട്ടങ്ങൾക്ക് എന്നും ഞങ്ങൾ പിന്തുണ നൽകും എന്നത് ഞങ്ങളുടെ കടമയാണ് എന്ന് ഞങ്ങൾ കാണുന്നു. തീർച്ചയായും സംഘടിത പോരാട്ടത്തിലൂടെ മാത്രമേ ലാഭക്കൊതിയന്മാരായ വിദ്യാഭ്യാസ കച്ചവടക്കാരെ നിലക്ക് നിർത്താനും അധ്യാപകരുടെയും മറ്റു ജീവനക്കാരുടെയും അവകാശങ്ങൾ നേടിയെടുക്കാനും കഴിയും. വലിയ രീതിയിലുള്ള ചൂഷണങ്ങളാണ് സ്വകാര്യ സ്കൂളുകളിൽ നടക്കുന്നത്. വ്യവസ്ഥാപിതമായ ഒരു നിയമം വന്നാൽ മാത്രമേ ഇതിനൊരു അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ. KUSTU സംസ്ഥാന കമ്മിറ്റി അംഗവും കോഴിക്കോട് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ ഉണ്ണികൃഷ്ണൻ മണ്ണാമ്പൊയിൽ. കേരളത്തിലെ അൺഎയ്ഡഡ് മേഖലയിലെ അധ്യാപക അനധ്യാപക ജീവനക്കാർ സമാനതകളില്ലാത്ത ദുരിതങ്ങളും പ്രയാസങ്ങളും നേരിടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. 1957 ജോസഫ് മുണ്ടശ്ശേരി അധ്യാപക ബില്ല് പാസാക്കുന്നതിന് മുമ്പ് കേരളത്തിലെ അധ്യാപക ജീവനക്കാർ അനുഭവിച്ച യാതനകൾ കാരൂർ കഥകളിലൊക്കെ നമ്മൾ അതിലൂടെ അറിഞ്ഞതാണ്. എന്നാൽ അതിലേറെ ചൂഷണങ്ങളാണ് ഇപ്പോഴും അൺഎയ്ഡഡ് മേഖലയിൽ നടമാടുന്നത്. വ്യവസ്ഥാപിതമായ ഒരു നിയമം നിലവിലില്ലാത്തതിനാൽ അരാജകത്വം നിലനിൽക്കുകയാണ് ഇവിടം. സംഘടിതരായ മാനേജ്മെന്റിന്റെ കടുത്ത ചൂഷണം ഏറ്റുവാങ്ങി അവർ തരുന്ന ചുരുങ്ങിയ വേതനം കൈപ്പറ്റി പകലന്തിയോളം പണിയെടുക്കേണ്ട ഒരവസ്ഥയിലാണ് ഈ ജീവനക്കാർ ഇപ്പോഴുള്ളത്. 2013 കേരളത്തിൽ ആരംഭിച്ച KUSTU, അതായത് കേരള അൺഎയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് യൂണിയൻ എന്ന സംഘടന CITUവിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോഴും ചില സ്കൂളുകളിലെ കൂട്ടപ്പിരിച്ചുവിടലുകളും വേതന ലഭ്യത കുറവും പരിഹരിക്കാൻ സംഘടനയ്ക്ക് സമരത്തിലൂടെ വർഗ ബഹുജന സംഘടനകളുടെ സഹകരണത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മേഖലയിൽ ഒരു സമഗ്ര നിയമനിർമ്മാണം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്ന ഈ സംഘടന നമ്മുടെ ആദ്യത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്ന സമഗ്ര നിയമനിർമ്മാണം, അൺഎയ്ഡഡ് മേഖലയിലെ സമഗ്രമായ നിയമനിർമ്മാണം ഇന്ന് വരെ പ്രാവർത്തികമാക്കാൻ കഴിയാത്തതിൽ ഏറെ നിരാശപ്പെട്ടിരിക്കുകയാണ്. സാമ്പത്തികവും എന്തിന് ലൈംഗികവുമായ ചൂഷണം വരെ ഈ രംഗത്ത് വളർന്നു വരുന്നത് ഈ നിയമരാഹിത്യത്തിന്റെ അരാജക ഭൂമിയിലാണെന്ന് സംഘടന മനസ്സിലാക്കുന്നു. ഇഷ്ടം പോലെ പിരിച്ചുവിടാനും തരം താഴ്ത്താനും മാനേജ്മെന്റിന് സാധിക്കുന്നത് ഈ അധ്യാപക തൊഴിലാളികളായിട്ട് ഇവരെ പരിഗണിക്കാൻ ഒരു നിയമമില്ലാത്തത് കൊണ്ടാണ്. അനധ്യാപകർക്ക് ലേബർ കോടതിയുടെ പോകാൻ സാധിക്കുന്നുണ്ട്, അവർ തൊഴിലാളി ഗണത്തിൽ പെടുന്നുണ്ട്. പക്ഷേ ഈ അധ്യാപകർ ഒരു ഗണത്തിലും പെടാത്തത് കൊണ്ട് തന്നെ ഇത് ഒരു തൊഴിൽ പ്രശ്നമായിട്ട് ആരും പരിഗണിക്കുന്നുമില്ല. അടിസ്ഥാന ആവശ്യം ഒരു സമഗ്ര നിയമ നിർമ്മാണമാണെന്ന് സംഘടന വിശ്വസിക്കുന്നു. അതിലൂടെ മാത്രമേ ഈ രംഗത്തെ ചൂഷണ വിമുക്തമാക്കാൻ കഴിയൂ എന്ന കാര്യം ഉറപ്പാണ്. വിദ്യാഭ്യാസത്തിന്റെ മർമ്മപ്രധാനമായ ഘടകമാണ് അധ്യാപകർ. തന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളിൽ സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ അവർ വഹിക്കുന്ന പങ്ക് അത്രയേറെ പ്രധാനപ്പെട്ടതാണ്. തുല്യ ജോലിക്ക് തുല്യവേതനം എന്നത് ഒരേ ജോലിസ്ഥലത്തെ വ്യക്തികൾക്ക് തുല്യവേതനം നൽകണമെന്ന തൊഴിലവകാശങ്ങളുടെ ആശയമാണ്. ഈ ആശയം കാറ്റിൽ പറത്തിയാണ് പല മാനേജ്മെന്റുകളും സ്ഥാപനങ്ങൾ നടത്തി ലാഭം കൊയ്യുന്നത്. നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുവാനെന്ന പേരിൽ അമിതമായ ഫീസ് ഈടാക്കുകയും അധ്യാപകർക്ക് നിയമാനുസൃതമായ ശമ്പളമോ ആനുകൂല്യങ്ങളോ നൽകാതെ സ്വന്തം കീശ വീർപ്പിക്കുകയും ചെയ്യുന്ന കള്ളനാണയങ്ങളെ തിരിച്ചറിയുകയും ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ അധ്യാപക സമൂഹം തയ്യാറാവുകയും ചെയ്താൽ മാത്രമേ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാവൂ. ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.